ഹായ് ഫ്രണ്ട്സ്, ജോൺസ് എൻ്റർപ്രൈസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫോണിൻ്റെ റിവ്യൂമായിട്ടാണ്. സാംസങ് M01 എന്ന് പറഞ്ഞ ഫോണാണത്. ഇതിനെക്കുറിച്ച് കൂട്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇത് 3GB 32GB റോമിൻ്റെ ഒരു വെർഷനാണ്. ഇതിന് ഫ്ലിപ്കാർട്ടിലുള്ള പ്രൈസ് 8498 രൂപയാണ്. ഇതിന് 3 കളേഴ്സ് വരുന്നുണ്ട്: ബ്ലൂ, ബ്ലാക്ക്, റെഡ്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ 5.7 ഇഞ്ച് HD+ TFT LCD V-കട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ പ്രൈമറി ക്യാമറയായിട്ട് 13 മെഗാപിക്സലിൻ്റെ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണുള്ളത്. ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെയാണ് ക്യാമറ. 4000 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 439 പ്രൊസസ്സറാണ്. OTG കോമ്പാറ്റബിൾ ആണ്. ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്നത്. നമുക്കത് അപ്ഗ്രേഡബിൾ ചെയ്യാം ആൻഡ്രോയിഡ് 11 സാംസങ്ങിൻ്റെ UAE 1 UAE ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക. ട്രിപ്പ് കാർഡ് സ്ലോട്ട് ഉണ്ട്. 2G 3G 4G കണക്ടിവിറ്റിയാണുള്ളത്. ബ്ലൂടൂത്ത് വെർഷൻ 4.2 ആണ്. സെൻസേഴ്സായിട്ട് നമുക്ക് കിട്ടുന്നത് ആക്സിലറോമീറ്ററും ലൈറ്റ് സെൻസറും പ്രോക്സിമിറ്റി സെൻസറുമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. 168 ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ. ബോക്സിനോടൊപ്പം നമുക്ക് ഹാൻഡ്സെറ്റ് കിട്ടും, സിം ഇജക്ടർ ടൂൾ കിട്ടും, അഡാപ്റ്റർ കിട്ടും, USB കേബിൾ കിട്ടും, യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റോറേജും റാമും അത്രേ മതിയായെന്ന് വരികയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൂവീസും ആപ്സൊക്കെ കയറ്റി കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാകും. അതുകൊണ്ട് ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 6GB 128GB ഉള്ള റാം ആൻഡ് റോം വേരിയൻ്റ് എടുക്കാനായിരിക്കും. കൂടാതെ ഇതൊരു ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണുമല്ല. ചെറിയ കുറച്ച് ഗെയിമിങ്ങിനൊക്കെ പറ്റും. ഒരു നോർമൽ യൂസ് ബഡ്ജറ്റ് റേഞ്ചുള്ള ഒരു ഫോൺ മാത്രമാണിത്. നോർമൽ യൂസ് ആണെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം കണ്ട് ഈ ഒരു ഫോൺ എടുക്കുക. ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ക്യാമറ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസും ഒരു ക്ലാരിറ്റിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത്രയുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഇതിൽ കാണാനും സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ ഒന്നും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ ക്യാമറയ്ക്ക് വേണ്ടി മാത്രമായിട്ടും എടുക്കരുത്. ഇനി നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ആണ്. ഗെയിം റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം എത്രമാത്രം ഇത് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. Spree for the blue team! Target down! The red team is in the lead. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.